ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണക്കാർക്കും പെൻഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അഥവാ APY. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിന് ശേഷം എല്ലാ മാസവും 5000 രൂപ വരെ പെൻഷൻ ലഭിക്കും. നിങ്ങളുടെ തൊഴിൽ ഏതുമാകട്ടെ, 18നും 40നും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേർന്ന് മാസം 5000 രൂപ വരെ പെൻഷൻ വാങ്ങാം. ഒരാൾക്ക് 40 വയസ്സ് തികയുന്ന അന്ന് വരെ ഈ പദ്ധതിയിൽ ചേരാം. ഉദാഹരണത്തിന് നിങ്ങളുടെ 40ാം പിറന്നാൾ 2025 ഒക്ടോബർ 13 ആണെങ്കിൽ അന്ന് വരെ പദ്ധതിയിൽ അംഗമാകാം. എന്നാൽ പിറ്റേന്ന് മുതൽ പറ്റില്ല. ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പദ്ധതിയിൽ അംഗമാകാം. NPS പെൻഷനിൽ ചേർന്നിട്ടുള്ളവർക്കും അംഗമാകാം. പക്ഷേ ആരും ആദായ നികുതി അടക്കുന്നവരാകരുത്. അത്തരത്തിൽ ആദായ നികുതി അടക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല. ഈ പദ്ധതിയിലൂടെ പെൻഷൻ ലഭിക്കാനായി 60 വയസ്സ് വരെ നിങ്ങൾ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കണം. നിങ്ങൾ അടക്കുന്ന തുകയ്ക്ക് അനുസരിച്ച് 1000, 2000, 3000, 4000, 5000 രൂപ എന്നീ നിരക്കുകളിൽ പെൻഷൻ ലഭിക്കും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടീഡ് പെൻഷനാണ്. എന്നുവെച്ചാൽ 60 വയസ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ എല്ലാ മാസവും നിങ്ങൾക്ക് ഈ തുക ലഭിക്കും. വിദേശ മലയാളികൾക്കും പദ്ധതിയിൽ അംഗമാകാവുന്നതാണ്. ചെറിയ പ്രായത്തിൽ പദ്ധതിയിൽ ചേർന്നാൽ ചെറിയ തുക മാസം തോറും അടച്ചാൽ മതിയാകും. ഉദാഹരണത്തിന് 25 വയസ്സിൽ പദ്ധതിയിൽ ചേരുന്നയാൾ 5000 രൂപ പെൻഷൻ കിട്ടാനായി മാസം തോറും 301 രൂപ അടച്ചാൽ മതിയാകും. എന്നാൽ 39 വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 5000 രൂപ പെൻഷനായി 1054 രൂപ മാസം അടയ്ക്കണം. ഇത്തരത്തിൽ ഓരോ പ്രായക്കാർക്കും അടയ്ക്കേണ്ട തുകയുടെ ചാർട്ടുമുണ്ട്. പദ്ധതിയിൽ ചേർന്നാൽ നിങ്ങൾക്ക് എത്ര രൂപ നിക്ഷേപിക്കേണ്ടി വരും, തവണകൾ, പെൻഷൻ തുക എന്നിവയൊക്കെ അറിയാൻ ഈ ചാർട്ട് നോക്കിയാൽ മതിയാകും. പദ്ധതിയിൽ അംഗമാകാൻ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സന്ദർശിക്കുക. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവയാണ് പദ്ധതിയിൽ ചേരുവാൻ ആവശ്യമായവ. ആദായ നികുതി അടക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാനാകില്ല. പക്ഷേ പദ്ധതിയിൽ അംഗമായിരിക്കെ നിങ്ങൾ എന്നെങ്കിലും ആദായ നികുതി അടച്ചാൽ പെൻഷൻ അക്കൗണ്ടിനെ ബാധിക്കില്ല എന്ന കാര്യവും മനസ്സിലാക്കുക. നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിർദ്ദേശം നൽകുന്നതനുസരിച്ച് മാസം തോറുമോ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ തുക താനെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. ഈ API എന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ റീത്ത് ഉപയോഗിച്ച് ഓൺലൈനായും പദ്ധതിയിൽ ചേർക്കാവുന്നതാണ്. നിങ്ങൾ അടയ്ക്കുന്ന നിക്ഷേപ തുക കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു. 60 വയസ്സാകുമ്പോഴേക്കും ഇതിൻ്റെ പലിശയുൾപ്പെടെയുള്ള ഉയർന്ന ഒരു തുകയാകും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക. പദ്ധതിയിൽ അംഗമായിരിക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായെന്നിരിക്കട്ടെ, നിക്ഷേപ തുക കുറയ്ക്കാനായി എല്ലാ വർഷവും അവസരം കിട്ടും. ഇങ്ങനെ മാറ്റിയ തുക ജൂലൈ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇനി തവണകൾ മുടങ്ങിയാലും ഒരിക്കലും അക്കൗണ്ട് ക്ലോസ് ആകില്ല. മുടക്കിയ തവണകൾ അടച്ച് കൂടെ ചെറിയ പിഴയുമൊടുക്കി അംഗത്വം സജീവമാക്കാം. ഇനി നിങ്ങളുടെ വരുമാനം കൂടുമ്പോൾ നിക്ഷേപം കൂട്ടി ഉയർന്ന പെൻഷൻ ആക്കണമെങ്കിലും ഈ അവസരം പ്രയോജനപ്പെടുത്താം. പെൻഷൻ ലഭിച്ചു കൊണ്ടിരുന്ന വരിക്കാരൻ മരിച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് അതേ നിരക്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കും. വരിക്കാരൻ മരിച്ച ശേഷം പെൻഷൻ ലഭിച്ചിരുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവും മരിച്ചാൽ പെൻഷൻ അക്കൗണ്ടിൽ ഉള്ള തുക നോമിനിക്ക് ലഭിക്കും. അവിവാഹിതരായ ആളുകൾക്ക് മറ്റൊരു വ്യക്തിയെ നോമിനിയായി നിശ്ചയിക്കാവുന്നതാണ്. വിവാഹിതരാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് നോമിനി. വരിക്കാരൻ 60 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരിൽ പുതിയൊരു പെൻഷൻ അക്കൗണ്ട് നിലവിൽ വരും. മരിച്ചുപോയ ആൾ അതുവരെ അടച്ചിട്ടുള്ള തുക ഇതിലേക്ക് മാറ്റപ്പെടും. തുടർന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചാൽ അതേ തുക നിക്ഷേപിക്കണം. മരിച്ചയാൾക്ക് 60 വയസ്സ് തികയുമായിരുന്ന അന്ന് മുതൽ പങ്കാളിക്ക് പെൻഷൻ ലഭിക്കും. പ്രതിമാസം 1000 രൂപ നിരക്കിൽ നിക്ഷേപം നടത്തിയ വരിക്കാരൻ മരിച്ചാൽ നോമിനിക്ക് ഏകദേശം 1,70,000 രൂപ ലഭിക്കും. 2000 രൂപയ്ക്ക് ഏകദേശം 3,40,000 രൂപയും, 3000 രൂപയ്ക്ക് 5,10,000 രൂപയും, 4000 രൂപയ്ക്ക് 6,80,000 രൂപയും, 5000 രൂപയ്ക്ക് 8,50,000 രൂപയും എന്നിങ്ങനെയും ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.